നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പരുതൂർ പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരെ നിരന്തരം സ്ഥലം മാറ്റുന്നതിനെതിരെ പ്രതിഷേധവുമായി ഭരണപക്ഷം. UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തൃത്താല MLA കൂടിയായ മന്ത്രിയുടെ അറിവോടെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് സ്ഥലം മാറ്റുമെന്ന് ആരോപണം. UDF മെമ്പർമാരും നേതാക്കളും പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറെ ഉപരോധിച്ചു. തൃശൂർ മേയർ K. സുരേന്ദ്രൻ കേക്ക് വിഷയത്തിൽ VS സുനിൽകുമാറിനെ തള്ളി CPI. സുനിൽകുമാറിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. അത് CPIയുടെ അഭിപ്രായമല്ല. വിഷയത്തിൽ കൂടുതൽ വിവാദത്തിനില്ലെന്ന് സുനിൽകുമാർ. വാടനാകുറിശ്ശിക്ക് സമീപം +1 വിദ്യാർത്ഥിയായ വെയ്റ്റ് ലിഫ്റ്റിംഗ് താരം ട്രെയിൻ തട്ടി മരിച്ചു. മരിച്ചത് ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ സ്വദേശി ബിനുദാസ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇത്തവണ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ സ്വർണം നേടിയ ബിനുദാസ് ഭാവി വാഗ്ദാനമായിരുന്ന താരം. പട്ടാമ്പി കുളപ്പള്ളി റോഡ് നവീകരണം പുരോഗമിക്കുന്നു. മഞ്ചലങ്ങൽ മേഖലയിൽ ടാറിംഗ് പ്രവർത്തികൾക്കായി ജനുവരി 2-ന് അർദ്ധരാത്രി മുതൽ റൂട്ടിൽ ഗതാഗത നിയന്ത്രണം ജനുവരി 4-ന് രാവിലെ 7 വരെ. വാർത്തകൾ വിശദമായി. പരുതൂർ പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥ സ്ഥലം മാറ്റം വികസനത്തിന് തടസ്സമാകുകയാണെന്ന് UDF. ഉദ്യോഗസ്ഥരെ അടിക്കടി മാറ്റുന്നതിൽ പ്രതിഷേധിച്ച് UDF മെമ്പർമാരും നേതാക്കളും പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറെ ഉപരോധിച്ചു. 12ാമത്തെ തവണയാണ് പരുതൂർ പഞ്ചായത്തിലെ സെക്രട്ടറിയെ സ്ഥലം മാറ്റുന്നത്. 2 മാസം മുമ്പ് മാത്രം ചാർജെടുത്ത സെക്രട്ടറിയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയെയും യാതൊരു കാരണവുമില്ലാതെ സ്ഥലം മാറ്റിയെന്ന് UDF ആരോപിച്ചു. പഞ്ചായത്തിലെ ജനകീയ പദ്ധതികളെ ഇല്ലാതാക്കി UDF ഭരണസമിതിക്കെതിരെ ജനരോഷമുണ്ടാക്കാനായി തദ്ദേശ വകുപ്പ് മന്ത്രി ഇടപെട്ടാണ് അനധികൃത സ്ഥലമാറ്റം നടക്കുന്നതെന്ന് UDF മെമ്പർമാരും നേതാക്കളും ആരോപിച്ചു. ഗ്രാമപ്രദേശങ്ങളിലെ വികസനത്തെ തുരങ്കം വയ്ക്കുന്ന മന്ത്രിയാണ് തദ്ദേശ മന്ത്രി. തൃത്താലക്കാരെ മന്ത്രി അപമാനിക്കുകയാണ്. ഉദ്യോഗസ്ഥ ഒഴിവുകൾ നികത്തി പദ്ധതികൾ അംഗീകരിച്ചില്ലെങ്കിൽ പഞ്ചായത്തിലെ ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം ആരംഭിക്കുമെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കി. വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാമെന്ന് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ ഉഷ നൽകിയ ഉറപ്പിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ഇങ്ങനെ പദ്ധതികളൊക്കെ വളരെ സ്പീഡിലാക്കുമ്പോൾ ഇതിനെ താളം തെറ്റിക്കുക എന്നുള്ളത് ഇവിടുത്തെ CPM-ന്റെയും മന്ത്രിയുടെയും ഉദ്ദേശമാണ്. പക്ഷെ ആ ഉദ്ദേശത്തിന് എന്തിന് ഉദ്യോഗസ്ഥന്മാരെ ചെയ്യുന്നു എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ അതിന് ചൂട്ടുപിടിക്കാൻ പാടില്ല, നിങ്ങൾ അതിന് ഭാഗമാക്കാവാൻ പാടില്ല. നന്നായി വർക്ക് ചെയ്യുന്ന പഞ്ചായത്തുണ്ടെങ്കിൽ ആ പഞ്ചായത്തിനെ പ്രോത്സാഹിപ്പിക്കണം. ഒരു പഞ്ചായത്തിലുമില്ല ലൈഫ് ഭവന പദ്ധതി. ഞങ്ങൾ 452 വീട് കൊടുത്തു കഴിഞ്ഞു. ഈ ഭരണസമിതിയുടെ കാലം കഴിയുമ്പോഴേക്ക് ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും വീട് കൊടുക്കുക എന്നുള്ള ഒരു പ്രതിജ്ഞ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ പ്രതിജ്ഞ ഞങ്ങൾ നിറവേറ്റും. പക്ഷെ നിറവേറ്റാൻ ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ മാറ്റിമറിക്കുന്നതിലൂടെ കഴിയില്ല എന്നായിരിക്കാം ഭരണകൂടം വിചാരിക്കുന്നത്. പക്ഷെ അതൊക്കെ ഭരണകൂടത്തിന്റെ വെറും വ്യാമോഹം മാത്രമാണ്. ഞങ്ങൾ ഇതൊക്കെ നടപ്പിലാക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ, വൈസ് പ്രസിഡന്റ് നിഷിത ദാസ്, മെമ്പർമാരായ NP ഹസൻ, അബി എടമന, അനിത രാമചന്ദ്രൻ, രജനി ചന്ദ്രൻ, സൗമ്യ സുരേഷ്, AK അലി, UDF നേതാക്കളായ ഖാലിദ് തൃത്താല, PK ചേക്കുട്ടി, രാമദാസ് പരുതൂർ എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി കുളപ്പള്ളി റോഡ് നവീകരണം പുരോഗമിക്കുന്നു. സൗദി സ്റ്റീൽ മുതൽ മഞ്ഞങ്ങൽ പാടം വരെയുള്ള ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾക്കായി ജനുവരി 2 അർദ്ധരാത്രി മുതൽ റൂട്ടിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. പട്ടാമ്പി നിള ആശുപത്രി മുതൽ IPT വരെയുള്ള പാത നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഇതിനകം പലയിടത്തും ആദ്യഘട്ട ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ മെറ്റലിംഗ് പൂർത്തിയാക്കിയ സൗദി സ്റ്റീൽ മുതൽ മഞ്ഞളങ്ങൽ പാടം വരെയുള്ള ഭാഗത്താണ് ടാറിംഗ് നടത്തേണ്ടത്. ഇതിനായി പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ജനുവരി 2-ന് പുലർച്ചെ 1 മണി മുതൽ 4-ന് രാവിലെ 7 മണി വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയെന്ന് അധികൃതർ അറിയിച്ചു. പാലക്കാട് ഭാഗത്തു നിന്ന് പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾ വാണിയംകുളത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് വല്ലപ്പുഴ വഴി പട്ടാമ്പിയിലേക്കും തിരിച്ചും പോകണം. പാലക്കാട് ഭാഗത്തു നിന്ന് ഗുരുവായൂർ കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ചെറുതുരുത്തി കൂട്ടുപാത വഴിയും തിരിച്ചു പോകേണ്ടതാണെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പട്ടാമ്പി ടൗണിലെ പ്രവർത്തനങ്ങളും മഞ്ഞളങ്ങൽ പാടം ഭാഗത്തെ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കും. ആകെ 14.4 കിലോമീറ്റർ ദൂരമാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക. BM&BC നിലവാരത്തിലാണ് പാത നിർമ്മാണം. ഇതിനായി കിഫ്ബിയിൽ നിന്ന് 86 കോടി രൂപയാണ് ചെലവഴിക്കുക. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാടനാകുറിശ്ശിക്ക് സമീപം വിദ്യാർത്ഥി ട്രെയിൻ തട്ടി മരിച്ചു. ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ കരിയാട്ടിൽക്കുളം S ബിനുദാസാണ് മരിച്ചത്. കുലുക്കല്ലൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ P രജനിയുടെയും വാസുവിൻ്റെയും ഇളയ മകനാണ് ബിനുദാസ്.
സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇത്തവണ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. VS സുനിൽകുമാറിനെ തള്ളി CPI. മേയർ കെ സുരേന്ദ്രൻ കേക്ക് മുറി വിഷയത്തിൽ VS സുനിൽകുമാറിനത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ഇത് CPIയുടെ അഭിപ്രായമല്ലെന്നും ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പറഞ്ഞു. മേയർ കെ സുരേന്ദ്രൻ കേക്ക് മുറി വിഷയവുമായി ബന്ധപ്പെട്ട് VS സുനിൽകുമാർ അത്തരമൊരു പ്രതികരണം നടത്തേണ്ടിയിരുന്നില്ലെന്ന് CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പറഞ്ഞു. സുനിൽകുമാറിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായമാണ്. CPIയുടെ അഭിപ്രായം അതല്ല. ആഘോഷവേളകളിലെ സന്ദർശനത്തെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല. LDF തീരുമാനങ്ങൾക്ക് അനുസൃതമായാണ് കോർപ്പറേഷൻ ഭരണം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. നിലവിൽ മറ്റ് പ്രശ്നങ്ങളില്ലെന്നും KK വത്സരാജ് പറഞ്ഞു. അല്ല, നമ്മുടെ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലൊക്കെ ആശംസകൾ കൈമാറുന്നതും അതുപോലെ തന്നെ മധുരം പങ്കുവയ്ക്കുന്നതും വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മാത്രം കാണണം എന്നുള്ള അഭിപ്രായമാണുള്ളത്. അതിനെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ CPIയുടെ അഭിപ്രായം. അല്ല, സുനി വ്യക്തിപരമായ കാര്യമായിട്ടേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ, അല്ലാതെ പാർട്ടി അങ്ങനെ ഒരു നിലപാടെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മേയർ കെ സുരേന്ദ്രൻ കേക്ക് വിഷയത്തിൽ കൂടുതൽ വിവാദത്തിനില്ലെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. സുരേന്ദ്രൻ തൻ്റെ വീട് സന്ദർശിച്ചതും താൻ സുരേന്ദ്രൻ്റെ വീട് സന്ദർശിച്ചതും സൗഹൃദം. എന്നാൽ സുരേന്ദ്രൻ മേയറുടെ വീട്ടിൽ പോയത് നിഷ്കളങ്കമായി കാണുന്നില്ലെന്നും സുനിൽകുമാർ തൃശ്ശൂരിൽ പറഞ്ഞു. അല്ല, അതിൽ കാര്യമില്ല. അത് അവരുടെ മേയർ എന്നുള്ളെങ്കിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് തമ്മിൽ ബന്ധമൊന്നുമില്ല. എന്തായാലും ഞാനിനി അതുമായി ബന്ധപ്പെട്ടതിന് മറുപടി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഇന്നലെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇനി അതിനെപ്പറ്റി ആരെന്തൊക്കെ പറഞ്ഞാലും അതിന് മറുപടി പറഞ്ഞ് വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അത് ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് വനിതാ വിങ് രൂപീകരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ യൂണിറ്റ് രൂപീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി വ്യാപാര ഫൗണ്ടേഷനിൽ നടന്ന വനിതാ വിങ് കൺവെൻഷൻ ഉദ്ഘാടനവും ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും ബാബു കോട്ടയിൽ നിർവഹിച്ചു. എങ്ങനെ കടം വാങ്ങണമെന്ന് പോലും നമുക്കറിയില്ല. കടം വാങ്ങുന്നത് എങ്ങനെയെന്ന് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കച്ചവടം നടത്തേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. ഈ പഠനങ്ങൾ നിങ്ങൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ പ്ലാറ്റ്ഫോമാണ്, അതിനൊരു വേദിയാണ്. അത്തരം പഠനങ്ങളെ നിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നത് നിങ്ങൾ സ്വയം പഠിക്കാൻ തയ്യാറാകുന്ന അത്തരം പഠനത്തിന് പുതിയ വേദികൾ ഉണ്ടാക്കുക എന്നതാണ് ഈ സംഘടന കൊണ്ട് നാം ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ പുതുവർഷ കലണ്ടർ, കേക്ക് വിതരണം എന്നിവയും നടന്നു. വനിതാ വിങ് യൂണിറ്റ് പ്രസിഡന്റായി ഷീല പ്രസാദിനെയും ജനറൽ സെക്രട്ടറിയായി ശാന്തിനിയെയും ട്രഷററായി UP റംലയെയും തെരഞ്ഞെടുത്തു. കൺവെൻഷനിൽ ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ്, R സന്തോഷ്, KA അബുലൈസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചുമൂർത്തി പൊതുകുളം ചണ്ടിയും പുല്ലും നിറഞ്ഞ് നശിക്കുന്നു. കുളത്തിനെ നാശത്തിൻ്റെ വക്കിൽ നിന്നും രക്ഷിക്കാൻ ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി നടപടി കൈക്കൊള്ളണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ആളുകൾക്ക് കുളിക്കാനും അലക്കാനുമൊക്കെയായി വർഷങ്ങളോളം ഉപയോഗിച്ച കുളമാണ് ഇന്ന് നാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നത്. ഒരാൾ ഉയരത്തിൽ പുല്ലും കുളം നിറയെ ചണ്ടികളുമാണ്. 1 ഏക്കർ വിസ്തൃതിയുള്ള കുളത്തിൽ ഇഷ്ടാനുസരണം വെള്ളവുമുണ്ട്. സമീപത്തെ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലേക്കും കാർഷിക ആവശ്യത്തിനും ഈ കുളത്തിലെ വെള്ളത്തെ ആശ്രയിക്കാറുണ്ട്. ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് എത്രയും വേഗം കുളത്തിനെ ഉപയോഗപ്രദമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. പക്ഷേ ഇന്ന് കുളത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. 300ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമാണ് ഈ ജലസ്രോതസ്. ഇത് 1 ഏക്കർ 10 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ കുളം നിലനിൽക്കുന്നത്. ദൈനംദിനം കുളി, അലക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം മുടങ്ങിക്കിടക്കുകയാണ്. മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളം അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ, അവനവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് പോകേണ്ട ഒരു ഗതികേട് ഈ നിവാസികൾക്ക്, സ്ഥലനിവാസികൾക്ക് വന്നു ഭവിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കലാസ്നേഹിയുടെ കേരളത്തിൽ ഒഡീസി പോലുള്ള നൃത്തരൂപങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നത് മഹാഭാഗ്യമാണെന്ന് കഥക് നർത്തകി മധുലിത മോഹപത്ര. കേരള കലയായ മോഹിനിയാട്ടത്തിൽ പരീക്ഷണങ്ങളേറെ നടക്കുന്നുണ്ടെന്നും നർത്തകി പാർവതി പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ ആർട്ടിസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. സംഗീതം കൊണ്ടും അവതരണം കൊണ്ടും കഥക്കിന് ആസ്വാദന നിലകൾ ഏറെയാണ്. കഠിനമായ പരിശീലനത്തിനൊപ്പം പുതിയ പ്രമേയങ്ങൾ കണ്ടെത്താനും കൂടി നർത്തകർ ശ്രമിക്കുന്നുണ്ട്. രാമായണവും സീതയുടെ ഭൂതകാലവും രാവണന്റെ സംവാദവും ഉൾപ്പെടുത്തിയ കഥയാണ് പുതിയതായി അവതരിപ്പിക്കുന്നത്. പുതിയ പ്രമേയങ്ങൾ കണ്ടെത്തുന്നതോടെ പുതിയ ശൈലികളും വന്നുചേരും. എന്നാൽ കഥക്കിൻ്റെ അടിസ്ഥാന രീതി കൈവിടാറില്ലെന്നും മധുലത മോഹപത്ര പറഞ്ഞു.
കലാരൂപങ്ങളെ തിരിച്ചറിയണമെങ്കിൽ വിവിധ കലകളെ ഉൾപ്പെടുത്തുന്ന വേദികൾ അനിവാര്യമാണെന്ന് മോഹിനിയാട്ട നർത്തകി പാർവതി പറഞ്ഞു. മോഹിനിയാട്ടത്തിൽ ഇന്ന് ഏറെ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഗുണകരമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. ഇപ്പൊ ഞാൻ ഒരു 10-15 വർഷം മുമ്പ് അശ്വതി ശ്രീകാന്ത് എന്ന് പറയുന്ന കോംബോ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അവര് ചെയ്ത, എനിക്ക് തോന്നുന്നു അവരുടെ ഫസ്റ്റ് ഡുവറ്റ്, വൺ ഓഫ് ദി ഡുവറ്റ് ഷോസ് വന്നത് സ്വരലയാണ് അവർക്ക് ആ സ്റ്റേജ് കൊടുത്തത്. അന്ന് സത്യം പറഞ്ഞാല് MT സാറിന്റെ മകൾ എന്ന രീതിയിലല്ലാതെ നമ്മളാരും അങ്ങനെ ഒരു പ്രോമിനന്റ് സ്റ്റേജിൽ അശ്വതിനെ കണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അശ്വതി മാമിനെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ആ സ്റ്റേജിൽ അവർ വന്നു, ഇന്ന് ഈ വർഷവും അവർ പെർഫോം ചെയ്തു എന്ന് പറയുമ്പോൾ അന്ന് ചിലപ്പോ അവരെക്കാളും ഒരുപാട് സീനിയേഴ്സിന്റെ കൂടെ ആയിരുന്നിരിക്കണം അവരന്നത് തുടക്കം ഇട്ടിട്ടുണ്ടാവുക. ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ദേ ആർ കൺസിഡേർഡ് വൺ ഓഫ് ദ വെരി പ്രോമിനന്റ് ഡുവറ്റ് ആയിട്ടുള്ള ഒരു കപ്പിളായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു സ്റ്റാർട്ട് ആവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ തനിമ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ 3ാമത് അഖില കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റ് സംഘടിപ്പിച്ചു. തനിമ ഹാളിൽ സിനിമാ താരം ശശി കുളപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പണ്ടൊക്കെ നമുക്കറിയാം, ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു പല തരത്തിലുള്ള ആസ്വാദകരാണുണ്ടാവും. കാരണം ഇപ്പോൾ മാർക്കോ കണ്ട പ്രേക്ഷകൻ ചിലപ്പോൾ ബറോസ് കാണുമ്പോൾ ഏതെങ്കിലും ഒന്നായിരിക്കും അവന് ഇഷ്ടപ്പെടുക. പക്ഷെ അത് അവന് കാണാനും അതിൻ്റെ അഭിപ്രായം പറയാനുമുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സിനിമ പുറത്തിറങ്ങുമ്പോഴും അതിന്റെ അണിയറ പ്രവർത്തകർ പേടിക്കുകയാണ്. കാരണം യൂട്യൂബേഴ്സ് എന്ത് പറയും, ഇതിനെ എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത്, ഇല്ലെങ്കിൽ അവരുടെ വിലയിരുത്തൽ എങ്ങനെയാണ്, അവരെ ആശ്രയിച്ചുകൊണ്ട് ഒരു സിനിമാ മേഖല കടന്നു പോകുന്നു എന്നുള്ളതാണ് വലിയ സത്യം. ചടങ്ങിൽ തനിമ പ്രസിഡന്റ് PP ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MC ശങ്കരൻ സ്വാഗതം പറഞ്ഞു. റംല ഇക്ബാൽ, K നിഷ, V സുധീർ കുമാർ, P മധുസൂദനൻ, BP അബ്ദുൾ അസീസ്, CR ദിനേശ്, K സുരേഷ്, KG സുനീഷ്, പ്രകാശൻ ചുനങ്ങാട്, P അബ്ദുൾ അസീസ്, KM അനിൽകുമാർ, CV മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരത്തിൽ പാലക്കാട് അഹല്യ പബ്ലിക് സ്കൂൾ ജേതാക്കളായി. 10,000 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റുമാണ് സമ്മാനം. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അഗളി, ഹയർ സെക്കൻഡറി സ്കൂൾ മെമുണ്ട വടകര, ഹയർ സെക്കൻഡറി സ്കൂൾ അനങ്ങനടി എന്നീ സ്കൂളുകൾ പ്രോത്സാഹന സമ്മാനമായ 5,000 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റും നേടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാടനാംകുറിശി ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1987-88 വർഷത്തെ SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി ഗുരുസംഗമം നടന്നു. തുടർച്ചയായ 3ാം വർഷമാണ് 1987-88 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് വാടനാംകുറിശി ഹൈസ്കൂൾ വേദിയാകുന്നത്. വീണ്ടും ഒരു ഒത്തുചേരലിന് വാടനാംകുറിശി ഹൈസ്കൂൾ സാക്ഷിയായി. 1987-88 SSLC ബാച്ചിന്റെ സംഗമത്തിൽ മുൻ അധ്യാപകരെ ആദരിച്ചു. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിലും എന്നും കൂടെ ഉണ്ടാകുക എന്നത് ഈ ബാച്ചിൻ്റെ ലക്ഷ്യമാണ്. 1987-88 ബാച്ചിലെ വിദ്യാർത്ഥിയും ഇപ്പോൾ വാടനാംകുറിശി ഹൈസ്കൂളിൻ്റെ പ്രധാന അധ്യാപികയുമായ ഗീത ടീച്ചറുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് കുട്ടനും സംഘവും അവതരിപ്പിച്ച പ്രാർത്ഥനയോടെയാണ് തുടങ്ങിയത്. വന്ദനം ജഗദീശ്വര, ശുഭ നന്മകൾ പാരിനേഗണേ. വന്ദനം ജഗദീശ്വര, ശുഭ നന്മകൾ പാരിനേഗണേ. ചിന്തയിലെന്നും അരയെന്ന പിട പോലെ കുണുങ്ങി നീ നടക്കും. അരളിപ്പു മിഴി കൊണ്ടു കവിതകൾ കുറിക്കും. അതു കണ്ടൻ മനസ്സാകെ പതയ്ക്കും. അരയെന്ന പിട പോലെ കുണുങ്ങി നീ നടക്കും. അരളിപ്പു മിഴി കൊണ്ട് കവിതകൾ കുറിക്കും. അതുകൊണ്ട് മനസ്സാകെ പതയ്ക്കും. കരുമിഴിയുടെ നോട്ടം കണ്ടാൽ കരളാകെ കനലാട്ടം. പെണ്ണെ അടിവച്ചു കുഴഞ്ഞടി അരികിൽ നീ അടുക്കുമ്പോൾ അകതാരിൽ മിന്നാട്ടം. NR അനിൽകുമാർ, ബാലമുരുകൻ, ശ്രീദേവി സുനന്ദ എന്നിവർ സംസാരിച്ചു. എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും തണലായിക്കൊണ്ട്, നമുക്ക് തണൽ നൽകിക്കൊണ്ട് ഇവിടെ ഇതിന് അടുത്ത് നിൽക്കുന്ന ഈ വൃക്ഷങ്ങളെക്കുറിച്ചാണ് നമ്മുടെ മണികണ്ഠൻ, പ്രകാശൻ, കുമാരൻ, മോമാലി തുടങ്ങിയിട്ടുള്ള ആ കുട്ടികളെ, ആ പ്രിയപ്പെട്ട കുട്ടികളെ
അവരുടെ സംഭാവനയാണ് എന്നും നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന ഈ ഒങ്ങിൻ മരങ്ങൾ. ഈ ഒങ്ങ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക മാത്രമല്ല, വെച്ച് പിടിപ്പിച്ച് അതിനെ എല്ലാ ദിവസവും നനയ്ക്കേണ്ട ചുമതല വളരെ കൃത്യമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. വിഭവസമൃദ്ധമായ സദ്യയും തുടർന്ന് കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പുതുപ്പരിയാരം GLP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർ ഗംഗാധരൻ, SMC ചെയർമാൻ K ശിവരാമൻ, MPTA വൈസ് പ്രസിഡന്റ് രഞ്ജിഷ്മ, ക്ലസ്റ്റർ കോർഡിനേറ്റർ രാംദേവ്, ഹെഡ്മാസ്റ്റർ സുധീർ, മാനേജർ K ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ അറബി അധ്യാപകനായിരുന്ന അഷ്റഫ് മാസ്റ്റർക്ക് യാത്രയപ്പും ഉപഹാരവും നൽകി. സബ് ജില്ലാ ശാസ്ത്രകലാമേളയിലെ സബ് ജില്ലാ വിജയികൾക്ക് സമ്മാനദാനവും നടന്നു. PTA പ്രസിഡന്റ് അബ്ദുൾ റഷീദ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സ്മിത M മാത്യു നന്ദിയും പറഞ്ഞു. നമ്മുടെ ക്രിസ്മസ് ദിനം നമ്മുടെ സഹോദരത്തിൻ്റെയും സമത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉള്ള ഒരു പുണ്യദിനം. അതിനുള്ള എല്ലാ ആശംസകളും, വരാൻ പോകുന്ന പുതുവത്സരത്തിലേക്കുള്ള ആശംസകളും നേരുന്നു. ഞാനെൻ്റെ ദൗത്യത്തിലേക്ക് കിടക്കട്ടെ. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിന്ദു അവരുടെ സ്ഥലത്തില്ല. എല്ലാവരും തിരക്ക് ബോർഡ് മീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ഈ തിരക്കിലും നമ്മുടെ സ്കൂളിലേക്ക് ഈ പരിപാടി എന്നല്ല ഏത് പരിപാടികളിലും പഞ്ചായത്തിലെല്ലാവരും വളരെ സന്തോഷത്തോടെ എത്തിച്ചേരുന്നു. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് നന്ദി അർപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരുതൂർ പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരെ നിരന്തരം സ്ഥലം മാറ്റുന്നതിനെതിരെ പ്രതിഷേധവുമായി ഭരണപക്ഷം. UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തൃത്താല MLA കൂടിയായ മന്ത്രിയുടെ അറിവോടെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് സ്ഥലം മാറ്റുമെന്ന് ആരോപണം. UDF മെമ്പർമാരും നേതാക്കളും പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറെ ഉപരോധിച്ചു. തൃശൂർ മേയർ K സുരേന്ദ്രൻ കേക്ക് വിഷയത്തിൽ VS സുനിൽകുമാറിനെ തള്ളി CPI. സുനിൽകുമാറിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. അത് CPIയുടെ അഭിപ്രായമല്ല. വിഷയത്തിൽ കൂടുതൽ വിവാദത്തിനില്ലെന്ന് സുനിൽകുമാർ. വാടനാകുറിശ്ശിക്ക് സമീപം +1 വിദ്യാർത്ഥിയായ വെയ്റ്റ് ലിഫ്റ്റിംഗ് താരം ട്രെയിൻ തട്ടി മരിച്ചു. മരിച്ചത് ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ സ്വദേശി ബിനുദാസ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇത്തവണ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ സ്വർണം നേടിയ ബിനുദാസ് ഭാവി വാഗ്ദാനമായിരുന്ന താരം. പട്ടാമ്പി കുളപ്പള്ളി റോഡ് നവീകരണം പുരോഗമിക്കുന്നു. മഞ്ചലങ്ങൽ മേഖലയിൽ ടാറിംഗ് പ്രവർത്തികൾക്കായി ജനുവരി 2-ന് അർദ്ധരാത്രി മുതൽ റൂട്ടിൽ ഗതാഗത നിയന്ത്രണം ജനുവരി 4-ന് രാവിലെ 7 വരെ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.